നമസ്കാരം. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഒരു പ്രാഥമികമായി ഒപ്പിടൽ നടത്തിയതിന് ശേഷം, വ്യാപാര കരാറിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടായതിനു ശേഷം കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വിമർശനമാണ് ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വച്ചു എന്നുള്ളത്. അതായത് അതുവരെ റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിക്കൊണ്ടിരുന്നു. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ വന്നതിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറവ് വച്ചതിന് തുല്യമാണ്. റഷ്യയിൽ നിന്നും വേണോ അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നും ഇന്ത്യ എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണോ എന്നൊക്കെയുള്ള വിമർശനമാണ് അന്ന് ഈ രാജ്യത്ത് ഉയർന്നത്. ആ മാസം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ താല്പര്യം അമേരിക്കയ്ക്ക് അടിയറവ് വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം നരേന്ദ്രമോദി സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയത്. എന്നാൽ ആ വിമർശനങ്ങളുടെ ആയുസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ മാസം ഏറ്റവും കൂടുതൽ എണ്ണയാണ്, അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ വർധനവാണ് ഈ മാർച്ച് മാസം ഉണ്ടായത്, ഈ കഴിഞ്ഞുപോയ മാർച്ച് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ എണ്ണ ഇറക്കുമതിയിലെ വർധനവിലെ കണക്കുകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിത്തറ ഇളക്കുന്നതാണ്. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇപ്പോൾ 1.61 മില്യൺ ബാരൽ പെർ ഡേ ആയി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം 1.61 മില്യൺ ബാരൽ എണ്ണ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്നും. 3 മാസത്തെ ഏറ്റവും വലിയ ഇറക്കുമതിയാണിത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാർച്ച് 29 വരെയുള്ള കണക്കനുസരിച്ച് 55 മില്യൺ ബാരൽ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് ഇന്ത്യ അനുസരിച്ചിരുന്നു എന്നായിരുന്നു ആരോപണം. എന്നാൽ ഇന്ത്യ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, റഷ്യയിൽ എണ്ണയിൽ നിന്നുള്ള അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള എണ്ണ ഇറക്കുമതി അത് വർദ്ധിപ്പിക്കുക കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. പ്രമുഖ കമ്പനികളെല്ലാം തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനികൾ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് അനിശ്ചിതത്വത്തിലൂടെ തുടർന്നു പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം വലിയ തോതിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൂട്ടുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് 8 മില്യൺ ബാരൽ, റിലയൻസ് 6 മില്യൺ ബാരൽ, അതുപോലെ തന്നെ നയാര 5 മില്യൺ ബാരൽ, ഭാരത് പെട്രോളിയം ലിമിറ്റഡ് 4 ബില്യൺ ബാരൽ എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി മാർച്ച് മാസത്തിൽ നടത്തിയത്. മൊത്തത്തിൽ ഫെബ്രുവരി മാസത്തിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ എണ്ണയേക്കാൾ 53% വർധനവിൽ മാർച്ച് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ആരോപണങ്ങളുടെ നടുവൊടിയുകയാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുന്നു, കുറയ്ക്കുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, റഷ്യയുടെ എണ്ണയിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പാടില്ല. അവിടെ നിന്നും എണ്ണ ഇറക്കുമതിയിൽ വൈവിധ്യവൽക്കരണം വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്കോളയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ 255% വർധനവ് കേന്ദ്ര സർക്കാർ ഈ മാസം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയുടെ യുദ്ധ സാഹചര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല കോണുകളിലേക്കുമുള്ള ചരക്ക് നീക്കം അത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അത് തടസ്സപ്പെട്ടതോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണയുടെ ഡിമാൻഡും ഇപ്പോൾ വർദ്ധിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ വിലയിലും വർധനവുണ്ട്. അതുകൊണ്ട് റഷ്യയിൽ മാത്രം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നില്ല, റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ പറ്റില്ല. പെട്രോളിയം ഇറക്കുമതിയിൽ വലിയ വൈവിധ്യവൽക്കരണം അതിപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്കോളയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇപ്പോൾ 255% ഈ മാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2025-ലും 2024-ലും എല്ലാം അങ്കോളയിൽ നിന്നും എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. അത് ചെറിയ അളവിലാണ്, പക്ഷേ ഇന്നിപ്പോൾ അതിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുകയാണ്. 10 മില്യൺ ബാരലിലധികം ഇപ്പോൾ അങ്കോളയിൽ നിന്നും എണ്ണ ഇറക്കുമതി
നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. അങ്കോള നമുക്കറിയാം ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് അങ്കോള. മാത്രമല്ല ഈ അങ്കോള എന്ന രാജ്യം പൊളിറ്റിക്കലി സ്റ്റേബിൾ ആണ്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി സമീപകാല ഭാവിയിലൊന്നും തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എണ്ണ ഇറക്കുമതി അല്ലെങ്കിൽ എണ്ണയുടെ സോഴ്സായി ഇന്ത്യ ഇപ്പോൾ അങ്കോളയെയും കൂടി കാണുകയാണ്. റഷ്യയെ മാത്രമല്ല അങ്കോളയെയും കൂടി കാണുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഒന്ന്, റഷ്യൻ എണ്ണയുടെയും വില വർദ്ധിക്കുകയാണ് ഈ ആഗോള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ. മാത്രമല്ല റഷ്യയും ഇപ്പോൾ മറ്റൊരു സംഘർഷത്തിലാണ്. യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഇപ്പോഴുണ്ട് എന്ന് മാത്രമല്ല, റഷ്യയ്ക്കുമേൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ധാരാളം തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്കോളയെ മറ്റൊരു രാജ്യമായി പരിഗണിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 50-60% എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ. 2ാം സ്ഥാനത്ത് ഇപ്പോൾ സൗദിയാണുള്ളത്. 3ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അങ്കോള എന്ന സബ് സഹാറൻ രാജ്യം ഈ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നതും. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, ലോകമെമ്പാടുമുള്ള പെട്രോളിയം നീക്കം തടസ്സപ്പെട്ട സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ അതിൻ്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള വൈവിധ്യവൽക്കരണം ഈ എണ്ണ ഇറക്കുമതിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിയാണ് അങ്കോളയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വരുത്തിയ 255% വർധനവ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.